പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് പോലും ഇതൊരു കണ്ടന്റ് ആണ്. ഈ കണ്ടന്റ് കരുതിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ശരിക്കും അങ്ങനെ കരുതിക്കൂട്ടി നമ്മളിപ്പോ ഒരു ഷൂട്ട് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയാസ് ഓൾറെഡി വരും. കാരണം രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിനെ ഓൾമോസ്റ്റ് ഇപ്പൊ ആളുടെ പ്രസൻസ് ഉണ്ടായ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഏതിനും വ്യൂ വരുന്ന സമയമാണ്. അപ്പൊ രേണുസുതി എന്നുള്ള ആള് അവിടെ പോണ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് അവിടെ മീഡിയക്കാരെത്തും. അല്ലെങ്കിൽ അതിന്റെ ആൽബത്തിന്റെ ആൾക്കാർ തന്നെ രേണുസുതി അല്ലെങ്കിൽ പ്രതീക്ഷ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന പോലെ വരണം എന്ന് പറയും. കാരണം അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ കൂടി പ്രൊമോഷൻ ആണല്ലോ, ആ ഒരു ലെവൽ വരും. അപ്പോൾ അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചോദിക്കും, ഈ ചേച്ചിന്റെ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കും, ഈ ചേച്ചിന്റെ പ്രൊജക്ടിനെ കുറിച്ച് ചോദിക്കും. ഞാനുണ്ടെന്നുണ്ടെങ്കിൽ പ്രതീക്ഷ ഇങ്ങനെ ഇപ്പൊ ചേച്ചി ചോദിച്ച പോലെ എന്താണ് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അപ്പൊ നമ്മള് പറയുമ്പോ ചിലപ്പോ ചേച്ചി ഏത് മൂഡിലാന്ന് പറയാൻ പറ്റില്ല. ചേച്ചി ഇപ്പൊ കൊണസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണ്ടാവുക. ഞാൻ തന്നെ പലതവണ ചെറിയൊരു ഷോർട്സ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ വിചാരിക്കും ശരിക്കും ഇപ്പൊ പുറമേ ഫുൾ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ ഒരു 10-20 സെക്കൻഡ് മാത്രം ഇട്ടിട്ട് അത് കൊണ്ടിട്ട് അതിന്റെ ക്യാപ്ഷൻ രേണുസുതി കണ്ടില്ലേ പറഞ്ഞത്, രേണു ചേച്ചി ഫുൾ പറഞ്ഞത് എന്താ. അപ്പൊ ആൾക്കാർ നോക്കും, പകുതി വരെ ഉള്ളൂ. അപ്പൊ എന്താ അടിയിൽ കമന്റ് പിന്നെ തെറിയായി. ഇതാണ് സംഭവം. ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കുറെ കണ്ടപ്പോ അതെന്താ ഇങ്ങനെ പറയും, പിന്നെ ശീലമായി, പിന്നെ പറഞ്ഞോട്ടെ എന്നായി.